ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒടുവിൽ പ്രിയങ്ക കണിമംഗലത്ത് തിരിച്ചു കയറാൻ രാധിക തന്നെ വേണ്ടി വന്നു. രാധിക എല്ലാവരോടും പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ പ്രിയങ്കയ്ക്ക് കണിമംഗലത്ത് തിരിച്ചു കയറാൻ സാധിച്ചത്. എല്ലാവരോടും മാപ്പ് പറയുകയാണ് പ്രിയങ്ക. എന്നാൽ ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് കൽപ്പനയും. ഇതൊന്നും ഇഷ്ടമാകാതെ വരുൺ മുന്നേ അകത്ത് കയറിപ്പോയിരുന്നു. എല്ലാവരും അകത്തേക്ക് പോയ സമയം മുത്തശ്ശി പുറത്തു നിൽക്കുകയായിരുന്നു. മുത്തശ്ശിയുടെ അരികിലേക്ക് വരുൺ വരുന്നുണ്ട്. അവസാനം മുത്തശ്ശിയും സമ്മതിച്ചു അല്ലേ എന്ന് വരുൺ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നു, സമ്മതിച്ചു. കാരണം പ്രിയങ്ക ഇവിടെ ഇല്ലാതെ രാധിക ഇവിടേക്ക് വരില്ല. നിനക്ക് രാധികയെ കാണാനും സാധിക്കില്ല. നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സമ്മതിച്ചത്. ഇത്രയും കാലം സഹിച്ചില്ലേ? രാധികയുടെ മനസ്സൊന്ന് പരിവപ്പെടുന്നത് വരെ ഒന്ന് സഹിച്ചേ പറ്റൂ എന്നെ മുത്തശ്ശി പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ആറ്റുവാശ്ശേരിയിൽ 3 പേരും യശോദയും തിരുമേനിയും മുത്തശ്ശിയും എല്ലാവരും വളരെ ടെൻഷനിലാണ്. രാധിക പറഞ്ഞ കാര്യം, രാധിക അവരെല്ലാം സമ്മതിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്നും പ്രിയങ്കയെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോയത്. മുത്തശ്ശി ഇപ്പോൾ തിരുമേനിയോട് പറയുന്നു, അവർ പോയിട്ട് വിളിച്ചില്ലല്ലോ ദേവ, നമുക്ക് അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കിയാലോ? വേണ്ടമ്മേ, പ്രിയങ്ക നമ്മുടെ മകളല്ലേ. അവളോട് നമ്മൾ ക്ഷമിച്ച രീതിയിൽ കണിമംഗലത്തുള്ള എല്ലാവർക്കും പറ്റണമെന്നില്ല. അവരുടെ തീരുമാനം എന്തായാലും നമ്മൾ അംഗീകരിച്ചേ പറ്റൂ എന്ന് പറയുമ്പോൾ യശോദ പറയുന്നു, രാധികയല്ലേ കൂട്ടിക്കൊണ്ടുപോയത്, അതുകൊണ്ട് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ഈ സമയം പ്രിയങ്ക മുത്തശ്ശിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. എന്തായി മോളെ എന്ന് മുത്തശ്ശി ഇങ്ങനെ ആകാംക്ഷയോടെ ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നു, ഇവിടെ വന്നപ്പോൾ എല്ലാവരും എനിക്കെതിരായിരുന്നു മുത്തശ്ശി. പക്ഷേ ചേച്ചി എല്ലാവരോടും നല്ല കണക്ക് സംസാരിച്ചത് കൊണ്ട് എന്നെ ഇവിടെ നിർത്താമെന്ന് സമ്മതിച്ചു. ഇത് കേട്ട് മുത്തശ്ശി പറയുന്നു, അത് അവൾ സംസാരിച്ചത് കൊണ്ടല്ല, നിന്നെ അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും. പ്രിയങ്ക പറയുന്നു, അല്ല മുത്തശ്ശി, അങ്ങനെ പറയരുത്. ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ എല്ലാവരും കൂടി എന്നെ ആട്ടിപ്പായിച്ചേനെ. പ്രിയങ്ക ഇത് മുത്തശ്ശിയോട് പറയുന്ന സമയം പ്രിയങ്കയുടെ തൊട്ടരികിൽ രാധികയും ഉണ്ട്. മുത്തശ്ശിയുടെ ഫോൺ അച്ഛന് കൊടുക്കാനായി പ്രിയങ്ക പറയുന്നുണ്ട്. അങ്ങനെ ഫോൺ ഇപ്പോൾ തിരുമേനിക്ക് കൊടുക്കുമ്പോൾ അദ്ദേഹം അത് സ്പീക്കർ ഫോണിലാണ് ഇടുന്നത്. അച്ഛാ, ഞാൻ ചെയ്തു പോയ തെറ്റിന്റെ ആഴം എത്രയാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ചേച്ചിക്ക് എന്നോടുള്ള സ്നേഹം ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. ചേച്ചി എല്ലാവരോടും സംസാരിച്ചു, എല്ലാവരോടും പിണക്കം മാറ്റി. പ്രതീക്ഷിക്കാതിരുന്നിട്ടും ഞാനിപ്പോ കണിമംഗലത്തിന്റെ മരുമകള് തന്നെയായി. ഇത് കേട്ട് തിരുമേനി പറയുന്നു, നന്നായി മോളെ, ഇനിയെങ്കിലും നിങ്ങൾ മക്കള് 2 പേരും ഒരുമിച്ച് പോകണം. അതാണ് അച്ഛന് പറയാനുള്ളത്. അച്ഛൻ, ഞാൻ ചേച്ചിക്ക് ഫോൺ കൊടുക്കാമെന്ന് പ്രിയങ്ക. അങ്ങനെ രാധിക സംസാരിക്കുന്നു. കൈകൂപ്പി നന്ദി പറയേണ്ടത് നിന്നോടാണ് എന്ന് തിരുമേനി പറയുമ്പോൾ രാധിക പറയുന്നു, എന്തിന് അച്ഛനൊന്നും മിണ്ടാതിരുന്നേ? ഇവളെന്റെ അനിയത്തിയല്ലേ. ഇവളുടെ കാര്യം നോക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അച്ഛൻ എന്നെ വളർത്തിയതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുന്നു. അമ്മ, ഇനി പേടിക്കൊന്നും വേണ്ട, ഇവളിപ്പോ നല്ല കുട്ടിയാണ്. ഇനി മുതൽ ഇവളെല്ലാവരോടും വാശിയോടെ സ്നേഹിക്കാൻ തുടങ്ങും. കുറച്ചു ദിവസം കഴിയുമ്പോൾ ഇവളെ കുറിച്ച് പരാതി പറഞ്ഞ എല്ലാവരും അത് മാറ്റി പറയും, നോക്കിക്കോ എന്ന് രാധിക പറയുമ്പോൾ യശോദ പറയുന്നു, നീ അവളുടെ കൂടെ തന്നെ ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് അത് വിശ്വാസമാണ്. മോളെ രാധികയെ കുടുംബത്തിനോടുള്ള സ്നേഹവും കാരണവന്മാരോടുള്ള ബഹുമാനവും ഒക്കെയാണ് ഒരു പെൺകുട്ടിക്ക് നല്ലത് വാങ്ങിക്കൊടുക്കുന്നത്. അത് മോൾക്ക് മനസ്സിലായോ എന്നൊക്കെ അച്ഛൻ ചോദിക്കുന്നു. മനസ്സിലായച്ചാ, ഞാൻ നോക്കിക്കോളാമെന്ന് രാധിക പറയുന്നു. ആ അച്ഛനെ സമാധാനമായി, അവൾ തെറ്റ് ചെയ്താലും അവൾക്ക് തെറ്റ് തിരുത്തി കൊടുക്കാൻ മോളെ അച്ഛൻ വളർത്തിയിട്ടുണ്ടല്ലോ. എന്നാൽ ശരിയെന്ന് പറഞ്ഞ് അച്ഛൻ ഫോൺ വിളിക്കുന്നു. എന്നാൽ പുച്ഛത്തോടെ മാത്രമാണ് ഇതെല്ലാം മുത്തശ്ശി കേൾക്കുന്നത്. ഇപ്പോൾ അമ്മ എന്ന് പറയുന്നു, പ്രിയങ്ക മോള് പറഞ്ഞത് കേട്ടില്ലേ? രാധിക മോളുടെ പ്രാധാന്യം എന്താണെന്ന് ഇപ്പോഴെങ്കിലും അമ്മയൊന്ന് മനസ്സിലാക്ക്. രാധിക മോളെ കുറ്റം പറയുന്നത് അമ്മയൊന്ന് മതിയാക്കണം എന്നൊക്കെ അമ്മയും അച്ഛനും കൂടി മുത്തശ്ശിയോട് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു, മിന്നുന്നതെല്ലാം പൊന്നല്ല. ആ ഒരു കാര്യം നിങ്ങൾ 2 പേരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇത് പറഞ്ഞ് അമ്മ അങ്ങോട്ട് പോകുന്നു. അമ്മയുടെ മനസ്സ് തിരുത്തില്ല, അത് അങ്ങനെ തന്നെ ആയി പോയില്ലേ എന്ന് യശോദ പറയുമ്പോൾ അമ്മ അങ്ങനെ ആയിപ്പോയി. അമ്മ ശാപവാക്കുകൾ പറഞ്ഞാലും അത് ചിരിച്ചുകൊണ്ടാണ് എൻ്റെ രാധിക മോള് സ്വീകരിക്കുന്നത്. അതിനുള്ള സഹനശക്തി അവൾക്ക് ദൈവം കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നു. വല്ലാത്തൊരു പേടിയാണ് ഇപ്പോൾ അവസാനിച്ചത്. മുത്തശ്ശി അങ്ങോട്ട് മാറിപ്പോയിരുന്ന് ഒറ്റയ്ക്ക് സംസാരിക്കുകയാണ്. ഈ പ്രിയങ്കയ്ക്ക് എന്താ പറ്റിയത്? ചേച്ചി ചേച്ചി എന്ന് വിളിച്ച് അവളെ രാധികയ്ക്ക് പിന്നാലെ നടന്നാൽ പിന്നെ കാര്യങ്ങൾ എങ്ങനെയാ ശരിയാവുന്നത്? ഈ കൂട്ടുകെട്ട് ശരിയാവില്ല. എങ്ങനെയെങ്കിലും രാധികയിൽ നിന്ന് പ്രിയങ്ക അകറ്റേ പറ്റൂ എന്ന് മുത്തശ്ശി വിചാരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഉർവശിയും കൽപ്പനയും സംസാരിച്ച് നിൽക്കുകയായിരുന്നു വീടിന്റെ ഒരു ഭാഗത്ത്. ആ സമയത്ത് അവിടേക്ക് പ്രിയങ്ക വരുന്നുണ്ട്. പ്രിയങ്ക കേൾക്കാൻ വേണ്ടിയിട്ട് ഉർവശി പറയുന്നു, കൽപ്പനയെ നമുക്ക് പ്രിയങ്കയെ കൂട്ടി ഒന്ന് അമ്പലത്തിലേക്ക് പോകണ്ടേ? ഞങ്ങൾ കുറെ നേർച്ചകളൊക്കെ നേർന്നിരുന്നു, എല്ലാം നിനക്ക് വേണ്ടിയിട്ടാണ്. ചെറിയമ്മയും എടതിയും എനിക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയല്ലേ? പോലീസ് സ്റ്റേഷനിൽ എന്നെ കാണാൻ വന്നപ്പോൾ ഏതോ മികച്ച വക്കീൽ വരുമെന്ന് പറഞ്ഞത് കേട്ടല്ലോ, എന്നിട്ട് എന്തേ ആരെയും കണ്ടില്ല? കൽപ്പന പറയുന്നു, ആ അഡ്വക്കേറ്റ് ഡൽഹിയിലായിരുന്നു, അദ്ദേഹത്തിന് കൃത്യസമയത്ത് വരാൻ കഴിഞ്ഞില്ല എന്നൊക്കെ കൽപ്പന പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്, എന്തിനാ എഴുതി കള്ളം പറയുന്നത്? നിങ്ങൾ എന്നെ രക്ഷിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ രക്ഷപ്പെട്ട് തിരിച്ചു വരുമെന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിച്ചതുമില്ല. എഴുത്തിയുടെ ആവശ്യം ഞാൻ കോടതിയിൽ നിങ്ങളുടെ പേര് പറയാതിരിക്കുക എന്നതായിരുന്നു. എന്നിട്ട് ഞാൻ ജയിലിലും ആകണം. നിങ്ങൾക്ക് കണിമംഗലത്ത് സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യണം. ഇത് കേട്ട് ഉർവശി പറയുന്നു, അങ്ങനെയുള്ള ഉദ്ദേശമൊന്നും ഞങ്ങൾക്കുണ്ടായിരുന്നില്ലെന്ന്.
പിന്നെ രാധിക ഇല്ലാതാക്കണമെന്ന് ആലോചിച്ചത് ഞങ്ങളല്ലല്ലോ, നീയല്ലേ. എന്തായാലും നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളുടെ കാര്യം ഞാൻ ഇവിടെ ആരോടും പറയാൻ പോകുന്നില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് പാഠങ്ങൾ പഠിച്ചു. അതിന് പോലീസ് സ്റ്റേഷനും കോടതിയും ഒരുപാട് ഉപകരിച്ചു. സത്യസന്ധമായി നമ്മുടെ കൂടെ നിൽക്കുന്നവരെ തിരിച്ചറിയാൻ. കോടതിയിൽ എന്റെ ചേച്ചി എനിക്ക് അനുകൂലമായി മൊഴി കൊടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ എത്രയോ വർഷം അകത്ത് കിടന്നേനെയായിരുന്നു. ഞാൻ കൊല്ലാൻ ശ്രമിച്ചു എന്ന് അറിഞ്ഞിട്ട് പോലും എന്റെ ചേച്ചി എന്നോട് ക്ഷമിച്ചു. എനിക്ക് നന്ദിയും കടപ്പാടും ഒരേ ഒരാളുടെ മാത്രമേ ഉള്ളൂ, എന്റെ ചേച്ചിയോട്. ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ അത് പറയാനല്ല. എന്റെ കൂടെ എന്റെ ചേച്ചി ഇവിടെ ഉണ്ടാകും. ചേച്ചിയെ ദ്രോഹിക്കാൻ നിങ്ങൾ ശ്രമിക്കരുതെന്ന് പറയാനാണ്. അഥവാ ചേച്ചിയെ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ദ്രോഹിക്കാൻ ശ്രമിച്ചാൽ ഞാൻ പിന്നെ ഒന്നും നോക്കില്ല. ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം കണിമംഗലത്തുള്ളവരോട് വിളിച്ചു പറയും. ഏതൊക്കെ രീതിയിൽ നിങ്ങൾ കണിമംഗലത്തെ ഇല്ലാതാക്കുന്നു എന്ന് എനിക്ക് പറയേണ്ടി വരും. ഇത് കേട്ട് കൽപ്പന പറയുന്നു, നീ എന്താടി ഭീഷണിപ്പെടുത്തുകയാണോ എന്ന്. അങ്ങനെ തന്നെ എടതി വിചാരിച്ചോ, എനിക്കിപ്പോ കണിമംഗലത്തിന്റെ സമ്പത്തോ സൗഭാഗ്യമോ ഒന്നും ആവശ്യമില്ല. ആരൊക്കെ നിങ്ങൾ പങ്കിട്ടെടുക്കുകയോ അനുഭവിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. എനിക്കിപ്പോ ദൈവത്തിന്റെ സ്ഥാനത്ത് ഒരൊറ്റ ആളേ ഉള്ളൂ, അതെന്റെ ചേച്ചി മാത്രമാണ്. ഇതുവരെ ഞാൻ ചേച്ചിയോട് ചെയ്ത എല്ലാ തെറ്റുകൾക്കും പരിഹാരമായി ഇനി മുതൽ എന്റെ ചേച്ചിയെ സ്നേഹിച്ചും ബഹുമാനിച്ചും ജീവിക്കും. ഇത്രയും പറഞ്ഞ് പ്രിയങ്ക അവിടെ നിന്ന് പോകുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് കൽപ്പനയും ഉർവശിയും. ഇതെന്തോന്നാ കൽപ്പന, ഇവൾക്കിത് എന്ത് പറ്റി? എനിക്ക് ഉർവശി പറയുമ്പോൾ കൽപ്പന പറയുന്നു, ഭ്രാന്ത്, അല്ലാതെ എന്ത് പറ്റാനാ. പക്ഷേ സംസാരം കേട്ടിട്ട് അവള് സീരിയസ് ആണെന്നാ തോന്നുന്നത്. ഇത് കേട്ട് കൽപ്പന പറയുന്നു, തുടക്കം കുറച്ച് സീരിയസ് ആണെങ്കിലും അത് കഴിയുമ്പോൾ അവളുടെ സ്വഭാവം മാറിക്കോളും. മാറ്റം യാഥാർത്ഥ്യമാണെങ്കിലോ എന്ന് ഉർവശി പറയുമ്പോൾ കൽപ്പന പറയുന്നു, മാറ്റം യാഥാർത്ഥ്യമാണെങ്കിൽ അവര് വരട്ടെ, നമ്മൾ എന്താണെന്ന് നമ്മൾ അവൾക്ക് കാണിച്ചു കൊടുക്കും. ചേച്ചിയും കൂട്ടിനെ പിടിച്ച് കണിമംഗലം കീഴ്പ്പെടുത്താൻ അവളെ ഞാൻ സമ്മതിക്കില്ല. തുടർന്ന് പ്രിയങ്ക ഭക്ഷണം എടുക്കുന്നുണ്ട് കിച്ചണിൽ വന്ന്. രാധിക അവിടേക്ക് വന്നിട്ട് പറയുന്നു, ആഹാ നീ ഭക്ഷണമൊക്കെ എടുത്തോ, നിന്നോട് കഴിക്കാൻ വരാൻ പറയാനിരിക്കുകയായിരുന്നു ഞാൻ. ഇത് കേട്ട് പ്രിയങ്ക പറയുന്നു, ഇത് എനിക്കല്ല ചേച്ചിക്കാണ്. ചേച്ചി ഇവിടെ ഇരുന്നേ എന്ന് പറഞ്ഞ് രാധികയെ നിർബന്ധിച്ച് പ്രിയങ്ക അവിടെ ഇരുത്തി. എന്തൊക്കെ ചെയ്താണ് കടം വീട്ടേണ്ടത് എന്നെനിക്ക് അറിയില്ല, പക്ഷേ ഞാൻ ശ്രമിക്കും, എന്നെ കൊണ്ടാവുന്ന അത്ര ശ്രമിക്കുമെന്ന് പ്രിയങ്ക. എത്ര ദിവസമായി നീ ശരിക്കും ഭക്ഷണം കഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉറങ്ങിയിട്ട്, അതുകൊണ്ട് ആദ്യം ഈ ഭക്ഷണം നീ കഴിക്കണം. ചേച്ചിക്ക് അതാണ് സന്തോഷമെന്ന് രാധിക. ഒരു പ്രശ്നം വന്നാൽ അതിനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിക്കുകയല്ല വേണ്ടത്, പിന്നെ പഴയതിലും ഊർജിതമാകണം. മനസ്സിലായോ എനിക്ക്? രാധിക കഴിക്കാനായും പറയുന്നു. എന്നാൽ പ്രിയങ്ക അതിൽ നിന്നും ഭക്ഷണം എടുത്ത് രാധികയ്ക്ക് വാരി കൊടുക്കുന്നു. ചേച്ചി കഴിക്കുക എന്ന് പറയുമ്പോൾ അതിശയത്തോടെ പ്രിയങ്കയെ നോക്കിയിരിക്കുകയാണ് രാധിക. എന്നിട്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിക്കുമ്പോൾ രാധികയുടെ കണ്ണ് നിറയുന്നുണ്ട്. ഇത് കൽപ്പനയും ഉർവശിയും നോക്കി നിൽക്കുന്നു. ഈ രുചി എന്താണെന്ന് മറ്റാർക്കും മനസ്സിലാകില്ല. നീ മനസ്സറിഞ്ഞ് എപ്പോ എന്നോട് ക്ഷമ പറഞ്ഞോ അപ്പം മുതൽ എന്റെ സന്തോഷത്തിന്റെ ആഴം നിനക്ക് മനസ്സിലാകില്ല. മോള് കഴിക്കുക എന്നൊക്കെ രാധിക സ്നേഹത്തോടെ പ്രിയങ്കയോട് പറയുന്നു. പ്രിയങ്കയും അതിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. പ്രിയങ്ക ചോദിക്കുന്നു, എന്നോട് ഇവിടെയുള്ളവര് പഴയതുപോലെ ആകുമോ ചേച്ചി, എന്നോട് ഇവിടെയുള്ളവർ ക്ഷമിക്കുമോ ചേച്ചി എന്നൊക്കെ ചോദിക്കുന്നു. ചെറിയ വിഷമവും പിണക്കവും എല്ലാവരുടെയും ഉള്ളിൽ കാണും. അത് മാറ്റിയെടുക്കേണ്ടത് നിന്റെ പെരുമാറ്റം കൊണ്ടാണ്. നിന്റെ പെരുമാറ്റത്തിൽ നിന്നും ബോധ്യമാകണം അവർക്ക് നിന്റെ ഒരു സ്നേഹം. ചേച്ചി എല്ലാത്തിനും നിന്റെ കൂടെയുണ്ട് എന്നൊക്കെ രാധിക പ്രിയങ്കയോട് പറയുന്നുണ്ട്. പ്രിയങ്ക കഴിക്കുകയും രാധികയ്ക്ക് ഇടയ്ക്ക് വാരിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അല്പം മാറി നിന്ന് ഉർവശിയും കൽപ്പനയും വളരെ ദേഷ്യത്തോടെയും കുശുമ്പോടെയും ഒക്കെയാണ് സംസാരിക്കുന്നത്. കണ്ടില്ലേ ചേച്ചിയും അനുജത്തിയും തമ്മിലുള്ള ഒരു സ്നേഹം എന്ന് കൽപ്പന പറയുമ്പോൾ ഉർവശി പറയുന്നു, ആ പ്രിയങ്കയ്ക്ക് ഇത് എന്ത് പറ്റി? അവൾക്ക് രാധികയെ കണ്ടുകൂടായിരുന്നല്ലോ. രക്ഷിതന്റെ പ്രതിഫലം എന്തായിരുന്നെങ്കിൽ നമ്മളെക്കുറിച്ച് അവൾ അവളുടെ ചേച്ചിയോടെല്ലാം പറഞ്ഞു കൊടുക്കും. രാധിക പറഞ്ഞത് കേട്ടില്ലേ, എന്തിനും കൂടെ നിൽക്കാന്ന്. അത് ചിലപ്പോൾ നമ്മളെയും കൂടി ഉദ്ദേശിച്ചായിരിക്കും. ഈ കൂട്ടുകെട്ട് നമുക്ക് ആപത്താണ്. പരമേശ്വരനും വരുണിനും എതിരായിട്ട് നമ്മൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ആളാണ് പ്രിയങ്ക. അവൾ നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഒറ്റുകൊടുത്താൽ നമ്മൾ ഇവിടുന്ന് പുറത്താകണം. ഇത് കേട്ട് കൽപ്പന പറയുന്നു, അതിനു മുമ്പ് ചേച്ചിയും അനുജത്തിയും തമ്മിൽ തല്ലണം. എത്രയും പെട്ടെന്ന് രാധിക ഇവിടുന്ന് പുറത്താക്കണം. തനിച്ചാകുമ്പോൾ പ്രിയങ്കയെ നമുക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. കാരണം നമ്മുടെ കൺമുന്നിലുണ്ട്, പക്ഷേ വ്യക്തത കിട്ടുന്നില്ലെന്നേ ഉള്ളൂ. താമസിയാതെ അത് ഞാൻ കണ്ടുപിടിക്കുമെന്ന് ഉർവശി. അത് നീ തൽക്കാലം അറിയണ്ട, എല്ലാവരെയും അറിയിക്കേണ്ട സമയത്ത് അറിയിച്ചോളാം എന്ന് ഉർവശി. ഒന്ന് ആലോചിച്ച് നോക്കി, എവിടെ കിടന്ന ഒരു അനാഥ പെണ്ണ് നമ്മുടെ കുടുംബത്തെ കയറി വന്ന് നമുക്ക് ഭീഷണിയാകുന്ന രീതിയിൽ വളരുന്നു. ഒന്നുകിൽ രണ്ടിനെയും തീർക്കണം, അല്ലെങ്കിൽ രണ്ടിൽ ഒന്നിലെ തീർക്കണം എന്നൊക്കെ കൽപ്പന ഇങ്ങനെ പറയുന്നുണ്ട്. ഉർവശി എല്ലാത്തിനും സപ്പോർട്ട് തന്നെയാണ്. ശേഷം കാണിക്കുന്നത് പ്രിയങ്ക നല്ല ഉറക്കത്തിലാണ്. രാധിക അവിടേക്ക് വരുന്നുണ്ട്. പ്രിയങ്കയെ വിളിച്ചുണർത്തുകയാണ് രാധിക. ഇന്നു മുതൽ ഈ വീട്ടിലെ എല്ലാ ജോലികളും നീ ചെയ്ത് ശീലിക്കണം. പാചകം മുതൽ എല്ലാം സന്തോഷത്തോടെ എല്ലാവർക്കും വെച്ച് വിളമ്പണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. എന്നെക്കൊണ്ട് പറ്റുമോ ചേച്ചി എന്ന് പ്രിയങ്ക ചോദിക്കുമ്പോൾ രാധിക പറയുന്നു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിന്നെക്കൂടെ പഠിപ്പിച്ചെടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഇന്നലെ രാത്രി നീ ഒരു ടെൻഷൻ എന്നോട് പറഞ്ഞില്ലേ, ഇവിടുത്തെ ആളുകളെ പിടിക്കോ ഇല്ലയോ എന്നൊക്കെ. അത് മാറ്റിയെടുക്കണ്ടേ? പ്രിയ അച്ചടക്കമുള്ള കുട്ടിയാണെന്ന് അവർക്ക് ബോധ്യപ്പെടണ്ടേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ രാധിക. അങ്ങനെ ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്നും സാധനങ്ങളൊക്കെ എടുക്കുകയാണ് രാധിക. കൂടെ നിന്ന് പ്രിയങ്ക ആദ്യം കാണുന്നുണ്ട്. വെച്ച് വിളമ്പുന്നത് ഇത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു. ഇനി ഞാൻ പറയുന്ന രീതിയിൽ നമുക്ക് രണ്ടുപേർക്കും കൂടി പാചകം ചെയ്യാം.
ഓരോന്നായിട്ട് നിന്നെ ഞാൻ ഏൽപ്പിക്കാം, ഓക്കെ ആണോ എന്നൊക്കെ രാധിക ചോദിക്കുന്നുണ്ട്. പ്രിയങ്ക ഇതെല്ലാം ഉർവശിയും കൽപ്പനയും ഇതല്പം മാറി നിന്നും കാണുന്നുണ്ടായിരുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.